നമസ്കാരം. റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദിപരാശക്തിയെ നമ്മൾ പല രൂപങ്ങളിലും ഭാവങ്ങളിലും പേരുകളിലും ഒക്കെ ആരാധിക്കാറുണ്ട്. തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ദേവിയെ മാരിയമ്മൻ എന്ന പേരിലും ആരാധിക്കുന്നുണ്ട്. ഭക്തരെ കാത്തുരക്ഷിക്കുന്ന വളരെ ശക്തിയാർന്ന ദേവീ സങ്കല്പമാണ് മാരിയമ്മൻ. തമിഴ്നാട്ടിൽ ഒരുപാട് മാരിയമ്മൻ ക്ഷേത്രങ്ങളുണ്ട്. എല്ലാ മാരിയമ്മൻ ക്ഷേത്രങ്ങളുടെയും ആസ്ഥാനമായി കരുതുന്ന വളരെ പ്രശസ്തിയാർന്ന ഒരു മാരിയമ്മൻ ക്ഷേത്രമാണ് സമയപുരം മാരിയമ്മൻ ദേവി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഭക്തർ പലതരത്തിൽ വ്രതങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ദേവി സ്വയം പട്ടിണി വ്രതം ആചരിച്ചുകൊണ്ട് ഭക്തരെ രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കരകയറ്റുന്ന അതിശക്തിയാർന്ന ദേവിയാണ് സമയപുരത്താൾ എന്നറിയപ്പെടുന്ന സമയപുരം മാരിയമ്മൻ. ആദിപരാശക്തിയെ പല രൂപങ്ങളിലും ഭാവങ്ങളിലും പേരുകളിലും നമ്മൾ ആരാധിക്കാറുണ്ട്. തമിഴ്നാട്ടിൽ പൊതുവെ ഗ്രാമപ്രദേശങ്ങളിൽ മാരിയമ്മൻ എന്ന പേരിൽ ദേവിയെ ആരാധിച്ചു പോരുന്നു. ഭക്തരെ കാത്തുരക്ഷിക്കുന്ന വളരെ ശക്തിയാർന്ന ദേവീ സങ്കല്പമാണ് മാരിയമ്മൻ. തമിഴ്നാട്ടിൽ ഒരുപാട് മാരിയമ്മൻ ക്ഷേത്രങ്ങളുണ്ട്. തമിഴ്നാട്ടിലെ എല്ലാ മാരിയമ്മൻ ക്ഷേത്രങ്ങളുടെയും ആസ്ഥാനമായ വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് സമയപുരം മാരിയമ്മൻ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഭക്തർ ദേവപ്രീതിക്കായി പലതരത്തിൽ വ്രതങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. എന്നാൽ ദേവി സ്വയം ഭക്തർക്ക് വേണ്ടി പട്ടിണി വ്രതം ആചരിച്ച് ഭക്തരെ രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ദേവിയാണ് സമയപുരത്താൾ എന്നറിയപ്പെടുന്ന സമയപുരം മാരിയമ്മൻ ദേവി. ഇനി നമുക്ക് ക്ഷേത്രത്തിനെ കുറിച്ച് കൂടുതൽ വിശദമായി മനസ്സിലാക്കാം. തിരുച്ചി എന്നറിയപ്പെടുന്ന തിരുച്ചിറപ്പള്ളി നഗരത്തിൽ നിന്നും 15 കിലോമീറ്റർ ദൂരെയായി സമയപുരം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ണനൂർ, കണ്ണപുരം, വിക്രമപുരം, മാകാളിപുരം എന്നിങ്ങനെ പല പേരുകളിൽ സമയപുരം അറിയപ്പെടുന്നു. തമിഴ്നാട്ടിൽ നിന്നും മാത്രമല്ല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കൂടാതെ സിംഗപ്പൂർ, മലേഷ്യ, ശ്രീലങ്ക തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നും ധാരാളം ഭക്തർ ഇവിടേക്ക് ദർശനത്തിനായി എത്താറുണ്ട്. ആദിപരാശക്തിയുടെ അംശമായ മാരിയമ്മന്റെ അവതാരവുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിലൊന്ന് ജമദഗ്നി മഹർഷിയുടെ പത്നിയായിരുന്ന രേണുകാദേവിയാണ് മാരിയമ്മനായി മാറിയതെന്നാണ്. രണ്ടാമത്തേത് ധ്യാനത്തിൽ മുഴുകിയിരുന്ന മഹാദേവന് നേർക്ക് അസ്ത്രം പ്രയോഗിച്ച കാമദേവനെ മഹാദേവൻ കോപാഗ്നിയിൽ ദഹിപ്പിച്ചു. ആ ചൂട് താങ്ങാനാവാതെ ദേവന്മാരും മറ്റു ജീവജാലങ്ങളും കഷ്ടത അനുഭവിച്ചപ്പോൾ പാർവതീദേവി ആ ചൂട് ഏറ്റുവാങ്ങി ശീതളാദേവി എന്ന പേരിൽ ശക്തി സ്വരൂപമായി അവതരിച്ചതായും ആ ശക്തി സ്വരൂപം തന്നെയാണ് മാരിയമ്മൻ എന്നറിയപ്പെടുന്നതായും പറയപ്പെടുന്നു. മൂന്നാമതായി പറയുന്നത് കൃഷ്ണാവതാരവുമായി ബന്ധപ്പെട്ടതാണ്. വസുദേവർക്കും ദേവകിക്കും ജനിച്ച കൃഷ്ണനെ കംസന്റെ ദൃഷ്ടിയിൽ നിന്നും അകറ്റി യശോദയുടെ അരികിലെത്തിക്കുകയും പകരം യശോദയ്ക്കും നന്ദഗോപർക്കും ജനിച്ച പെൺകുഞ്ഞിനെ ദേവകിയുടെ അടുത്തെത്തിക്കുകയും ചെയ്തു. ദേവകിക്ക് കുഞ്ഞു ജനിച്ചതറിഞ്ഞ് അതിനെ കൊല്ലാനായി തടവറയിലെത്തിയ കംസന് മുന്നിൽ ആ പെൺകുഞ്ഞ് വിശ്വരൂപമെടുത്ത് മായാദേവിയായി അവതരിക്കുകയും കംസന്റെ ആസന്നമായ മരണത്തെക്കുറിച്ച് അറിയിക്കുകയും ചെയ്തു. അതേ മായാദേവിയാണ് മാരിയമ്മനായി അവതരിച്ചതെന്നും ഒരു ഐതിഹ്യമുണ്ട്. ഇനി മാരിയമ്മൻ എങ്ങനെയാണ് സമയപുരത്തമ്മനായി അവതരിച്ചത് എന്നതിനെ പറ്റി അറിയാം. ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന ചരിത്രരേഖകളോ ചുവരെഴുത്തുകളോ ഒന്നും അധികം ലഭ്യമല്ലാത്തിരുന്നതിനാൽ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ കാലപ്പഴക്കം നിർണയിക്കാനായിട്ടില്ല. ഇപ്പോൾ കാണുന്ന രീതിയിൽ സമയപുരം ക്ഷേത്രം നിർമ്മിച്ചത് 17-ാം നൂറ്റാണ്ടിലായിരിക്കാം എന്ന് കരുതുന്നു. എന്നാൽ അതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ദേവിയെ ഇവിടെ ആരാധിച്ചു വന്നിരുന്നതായി പറയുന്നുണ്ട്. ദേവി എങ്ങനെയാണ് സമയപുരത്തമ്മനായി മാറി എന്നതിനെ കുറിച്ച് ഒന്നിലധികം കഥകൾ പ്രചരിക്കുന്നുണ്ട്. ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയാണ് പല കഥകളും കാണപ്പെടുന്നത്. അതിൽ കൂടുതൽ പ്രചാരത്തിലിരിക്കുന്ന ഒരു കഥയാണ് ഇവിടെ പറയുന്നത്. അതായത് പാർവതീദേവി മഹാവിഷ്ണുവിന്റെ സഹോദരിയായാണല്ലോ പുരാണങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കാലത്ത് ദേവി തിരുച്ചിയിലെ ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രത്തിൽ ശ്രീരംഗനാഥന്റെ സഹോദരിയായി വൈഷ്ണവി ദേവി എന്ന പേരിൽ ഉപദേവതയായി പ്രത്യേക സന്നിധിയിൽ കുടികൊണ്ടിരുന്നു. അതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് സമയപുരം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ചോള ഭരണത്തിന് കീഴിലായിരുന്നു അത്രേ. ഒരു ചോള രാജാവ് അദ്ദേഹത്തിന്റെ സഹോദരിക്ക് ഇന്നത്തെ സമയപുരം ഉൾപ്പെടുന്ന ഭാഗങ്ങൾ സ്ത്രീധനമായി നൽകുകയുണ്ടായി. അവിടെ കൊട്ടാരം ഉൾപ്പെടെ ചില നിർമ്മിതികളും നടത്തിക്കൊടുത്തിരുന്നു. പിന്നീട് പാണ്ഡ്യഭരണം നിലവിൽ വന്നപ്പോൾ ആ നിർമ്മിതികളൊക്കെ തകർക്കപ്പെടുകയും കാലക്രമേണ അവിടം ഒരു വേപ്പുമരക്കാടായി മാറുകയും ചെയ്തു. ശ്രീരംഗം ക്ഷേത്രത്തിൽ ഉപദേവതയായിരുന്ന ദേവി ഒരു ദിവസം ഉഗ്രരൂപത്തിൽ കാണപ്പെട്ടു.
അതിനെ തുടർന്ന് ക്ഷേത്രത്തിലെ ആചാര്യൻ ജ്ഞാനദൃഷ്ടിയാൽ ദേവിക്ക് പ്രത്യേകം ക്ഷേത്രം പണി കഴിപ്പിക്കണമെന്ന് മനസ്സിലാക്കുകയും അതിൻ പ്രകാരം ദേവിയെ ശ്രീരംഗം ക്ഷേത്രത്തിൽ നിന്നും ഒരു പല്ലക്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പല്ലക്കുമായി പോയവർ ഒരു വേപ്പുമരക്കാടിൽ അല്പനേരം വിശ്രമിച്ചു. ചോള രാജാവ് സഹോദരിക്ക് സ്ത്രീധനമായി നൽകിയ പ്രദേശമായിരുന്നു ആ വേപ്പുമരക്കാട്. വിശ്രമം കഴിഞ്ഞ് പല്ലക്കുയർത്താൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് ഒരു അശരീരി ഉണ്ടാവുകയും ദേവിക്ക് അവിടെ കുടികൊള്ളണമെന്ന് താല്പര്യം അറിയിക്കുകയും ചെയ്തു. വർഷത്തിൽ 28 ദിവസം പട്ടിണിവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് വസൂരി ഉൾപ്പെടെയുള്ള മഹാവ്യാധികളിൽ നിന്നും ഭക്തരെ രക്ഷിക്കുകയും ഭക്തരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിനു വേണ്ടി ദേവി അവിടെ കുടികൊള്ളുമെന്നും അറിയിച്ചു. ഇതേ തുടർന്ന് പല്ലക്കിൽ ദേവിയെ കൊണ്ടുവന്നവർ അവിടെ ഒരു ചെറിയ ക്ഷേത്രം നിർമ്മിച്ച് മടങ്ങിപ്പോയി. ഈ സ്ഥലം ആദി മാരിയമ്മൻ കോവിലായി അറിയപ്പെടുന്നു. ഇപ്പോഴത്തെ സമയപുരം ക്ഷേത്രത്തിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ ദൂരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ഈ ക്ഷേത്രം സമയപുരം ദേവിയുടെ തായ്വീടായി അറിയപ്പെടുന്നു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഒരു വിജയനഗര രാജാവ് യുദ്ധത്തിന് പോകുന്ന വഴി ഈ വേപ്പുമരക്കാട്ടിൽ തങ്ങുകയും ഈ ക്ഷേത്രം സന്ദർശിക്കാൻ ഇടവരികയും ചെയ്തു. രാജാവ് യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിൽ ദേവിക്ക് വലിയ ക്ഷേത്രം പണിത് ഇവിടെ ദേവിയെ പ്രതിഷ്ഠിക്കുമെന്നും പ്രാർത്ഥിച്ചു. പിന്നീട് രാജാവ് യുദ്ധത്തിൽ ജയിക്കുകയും ക്ഷേത്രം വിപുലമായി നിർമ്മിക്കുകയും ചെയ്തു. അതാണ് ഇന്ന് കാണുന്ന സമയപുരം ദേവീ ക്ഷേത്രം. ഈ ക്ഷേത്രം വിജയനഗര കാലത്തും നായ്ക്കർ ഭരണകാലത്തും വിപുലീകരിച്ചിരുന്നതായി പല രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. ദശരഥ മഹാരാജാവും വിക്രമാദിത്യനുമൊക്കെ ദേവിയെ ആരാധിച്ചിരുന്നതായി ചില കഥകൾ പറയുന്നുണ്ട്. എല്ലാ മാരിയമ്മൻ ക്ഷേത്രങ്ങളുടെയും ആസ്ഥാനമായി കരുതുന്നത് സമയപുരം മാരിയമ്മൻ ക്ഷേത്രമാണ്. രോഗങ്ങൾ ഭേദമാക്കാനുള്ള അത്ഭുത ശക്തി ഉള്ളതിനാൽ ഈ ക്ഷേത്രം ശക്തിപീഠങ്ങൾക്ക് തുല്യമായി കരുതുന്നു. ഭക്തരെ ദേവി തക്ക സമയത്തിൽ രക്ഷിക്കുന്നതിനാലാണ് ദേവിയെ ഇവിടെ സമയപുരത്തമ്മൻ എന്ന് വിളിക്കുന്നത്. ഭക്തരെ സമയത്തിൽ രക്ഷിക്കുക മാത്രമല്ല, ഭക്തർക്കു വേണ്ടി ദേവി പട്ടിണിവ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. അത്രയധികം ഭക്തവത്സലയാണ് ദേവി. 5 തലയുള്ള സർപ്പക്കുടയുടെ അടിയിൽ 8 കൈകളോടുകൂടി വലതുകാൽ അസുരന്മാരുടെ തല ചവിട്ടി മെതിച്ച് ഇടതുകാൽ മടക്കി വെച്ച് ചുവന്ന നിറത്തോടുകൂടിയാണ് ദേവി ദർശനം നൽകുന്നത്. കളിമണ്ണും ചുണ്ണാമ്പും മറ്റു പ്രകൃതിദത്ത മിശ്രിതങ്ങളും ഉപയോഗിച്ചാണ് ദേവിയുടെ രൂപം നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ മറ്റു മാരിയമ്മൻ ക്ഷേത്രങ്ങളിലേതുപോലെ ദേവിക്ക് ഇവിടെ അഭിഷേകം നടത്താറില്ല. പകരം തൊട്ടുമുൻപിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഉത്സവമൂർത്തിക്കാണ് അഭിഷേകം നടത്തുന്നത്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വിശേഷം 28 ദിവസം നീണ്ടു നിൽക്കുന്ന ദേവിയുടെ പട്ടിണിവ്രതമാണ്. തമിഴിൽ മാസിമാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച മുതൽ പങ്കുനി മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച വരെയാണ് വ്രതകാലം. അതായത് കുംഭമാസത്തിൽ തുടങ്ങി മീനമാസത്തിൽ അവസാനിക്കും. ഈ കാലയളവിൽ ദേവിക്ക് കരിക്കിൻ വെള്ളം, ശർക്കരയിൽ തയ്യാറാക്കുന്ന പാനകം, അരിപ്പൊടിയും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന തുള്ളുമാവ് എന്നിങ്ങനെ വേവിക്കാത്ത പ്രസാദങ്ങൾ നൈവേദ്യമായി സമർപ്പിക്കും. ഈ സമയം ക്ഷേത്രത്തിൽ സാധാരണ തയ്യാറാക്കുന്ന വേവിച്ചെടുക്കുന്ന പ്രസാദങ്ങൾ തയ്യാറാക്കുന്നതല്ല. ഈ കാലയളവിൽ ദേവിക്ക് അളവില്ലാത്ത രീതിയിൽ പുഷ്പാഭിഷേകം നടത്തും. എല്ലാ ഞായറാഴ്ചകളിലും നടക്കുന്ന ഈ പുഷ്പാഭിഷേകം പൂച്ചൊരിതൽ വിഴ എന്നറിയപ്പെടുന്നു. ദേവിയുടെ കഴുത്തൊപ്പം പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കും. പല സ്ഥലങ്ങളിൽ നിന്നും ഭക്തർ കുട്ടക്കണക്കിന് പൂക്കളാണ് കൊണ്ടുവരാറുള്ളത്. വ്രതത്തിലിരിക്കുന്ന ദേവിക്ക് കുളിർമ നൽകുന്നതിന്റെ ഭാഗം കൂടിയാണ് ഈ പൂച്ചൊരിതൽ വിഴ. മറ്റൊരു പ്രധാന ഉത്സവം ചിത്തിരമാസത്തിലെ, അതായത് മേടമാസത്തിൽ നടക്കുന്ന തേരുത്സവമാണ്. ചിത്തിരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച തുടങ്ങുന്ന ഉത്സവം 10 ദിവസം നീണ്ടു നിൽക്കും. ഈ കാലയളവിൽ ദേവിയെ ആദി മാരിയമ്മൻ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കും. ഒരു ദിവസം അവിടെ തങ്ങിയ ശേഷം പിറ്റേന്ന് കുതിരവാഹനത്തിൽ തിരികെ കൊണ്ടുവരും. തേരുത്സവത്തിന്റെ 10ാമത്തെ ദിവസം തിരുവാണേക്കാവൽ ജംബുകേശ്വരർ അഖിലാണ്ടേശ്വരി ക്ഷേത്രത്തിൽ നിന്നും ദേവിക്ക് ആദരപൂർവ്വം സമ്മാനങ്ങൾ നൽകപ്പെടും. തായ് വീടായ ആദി മാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി വരുമ്പോൾ സഹോദര സ്ഥാനത്തുള്ള ശ്രീരംഗനാഥൻ ദേവിക്ക് ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും സമ്മാനങ്ങൾ കൊടുത്തയക്കാറുണ്ടത്രേ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുക്കുന്നത്. വെള്ളി, ഞായർ, പൗർണമി, അമാവാസി, ചൊവ്വ എന്നീ ദിവസങ്ങൾ ദേവിക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളാണ്. ചൊവ്വ, വെള്ളി, ഞായർ, പൗർണമി, അമാവാസി എന്നീ ദിവസങ്ങൾ ദേവിക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളാണ്. സാധാരണ ദിവസങ്ങളിൽ അധികം തിരക്കുണ്ടാകാറില്ല. എന്നാൽ വിശേഷ ദിവസങ്ങളിൽ തിരക്ക് വളരെ കൂടുതലായിരിക്കും. മംഗല്യഭാഗ്യം, സന്താനഭാഗ്യം, രോഗമുക്തി എന്നിവ തേടി നിരവധി ഭക്തരാണ് ഇവിടെ എത്തുന്നത്. ചിലർ ഇവിടെ താമസിച്ച് ദേവിയുടെ അനുഗ്രഹം തേടാറുണ്ട്.
ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് ദേവിയെ സ്മരിച്ചാലും വിളിപ്പുറത്തെത്തുന്ന ദേവിയാണ് സമയപുരത്തമ്മൻ. അതിനാൽ പ്രാർത്ഥനകൾ സഫലമാകുന്ന ഭക്തർ നേരിട്ട് ദേവിയുടെ മുന്നിലെത്തി നന്ദി അറിയിക്കുക പതിവാണ്. ക്ഷേത്രം രാവിലെ 5:30 മുതൽ രാത്രി 9 മണി വരെയാണ് തുറന്നിരിക്കുന്നത്. ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് തിരുച്ചി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുച്ചിയിൽ തന്നെയാണ്. തിരുച്ചിയിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്ക്. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ദേവിയാണ് സമയപുരത്തമ്മൻ എന്നത് ഭക്തർക്കിടയിലെ ഉറച്ച വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ദേവിക്ക് മുന്നിൽ അഭയം തേടിയെത്താറുള്ളത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സമയപുരം ദേവീക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോൺ കൂടി പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.